ഈ കെ മുരളീധരൻ കോൺഗ്രസ്സിലെ വേറിട്ടൊരു മുഖമാണ്, വേറിട്ടൊരു ശബ്ദവുമാണ്. പലപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു രക്ഷകനായിട്ട് തെക്കും വടക്കും ഒക്കെ നടന്നു. ഇനിയിപ്പോൾ എവിടെ മത്സരിക്കണം എന്നിങ്ങനെ കുറേ കാലമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ ഏതാണ്ട് വട്ടിയൂർക്കാവിലേക്ക് തന്നെ തിരികെ വരികയാണ്. എന്തായിരിക്കും കെ മുരളീധരൻ്റെ ഭാവി? എന്തൊരു ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കെ മുരളീധരൻ ഇപ്പോൾ ഗുണം ഞാൻ പറയാം. മുസ്ലിംസിന് ഭയങ്കര വിശ്വാസമുണ്ട്. സുരേഷ് ഗോപിക്കെതിരെ മത്സരിച്ചു എന്നൊക്കെ പറഞ്ഞത് ഇയാളെ കുമ്മനത്തിനെ തോൽപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. മുരളി പിടിച്ച വോട്ടാണ് കുമ്മനത്തെ തോൽപ്പിച്ചത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നല്ല. ഇപ്പോൾ ഈ കരുണാകരൻ കുടുംബത്തോട് BJPക്കാർക്ക് RSSകാർക്ക് ഒരു സ്നേഹം ഉണ്ടായിരുന്നു, പലപ്പോഴും സഹായിച്ചിട്ടുണ്ട്. ആ സ്നേഹം ഇപ്പം അല്ല. മുരളി എവിടെ വന്നാലും തോൽപ്പിക്കുന്നതെന്നാണ് BJPക്കാർ നടക്കുന്നത്. RSSകാരാണ്. ഇതാണ് നെഗറ്റീവ്. ഓടിച്ചിട്ട് ഒപ്പിക്കും. പക്ഷേ മുസ്ലിം വോട്ടുകളുടെ നല്ല കൺസോൾട്ടേഷൻ. പക്ഷേ മുസ്ലിം വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സീറ്റ് കൊണ്ടുവച്ചപ്പോൾ ഗുരുവായൂരോ അങ്ങനെ ഏതെങ്കിലും മുസ്ലിം വോട്ട് കാര്യമായിട്ട് RSSകാർക്ക് തോൽപ്പിക്കാൻ പറ്റാത്തൊരു സീറ്റ് കൊണ്ടുവച്ച് നിർത്തേണ്ടി വരും. അതവർ ചെയ്തിട്ടില്ല. മുരളി തന്നെ വന്ന് മുരളിയുടെ പേര് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് പാലക്കാട് നിയമസഭ ഉപതെരഞ്ഞെടുപ്പിൽ പേര് വന്നു. അപ്പം ജില്ലാ കമ്മിറ്റിയിലേക്ക് വേറെ പ്രമുഖ നേതാവ് മുരളിയേട്ടൻ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന മുരളിയേട്ടൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകിയെന്നൊക്കെ പറഞ്ഞു നടന്നൊരു നേതാവ് പോയിട്ട് നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ട് ഈ വയസ്സന്മാരൊക്കെ പിടിച്ച് നിർത്താൻ എന്ന് ചോദിച്ചു എന്നാണ് ഞാൻ എന്ന് മുരളീധരൻ തന്നെ പറഞ്ഞു. അങ്ങനെയാണ് ഏതാണ്ട് പറഞ്ഞിട്ടുള്ളത്. ഏത് നേതാവാണ് അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് ഗസ് ചെയ്യാം ഏത് നേതാവായിരിക്കും അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതാണ് സംഭവം. അങ്ങേര് ഈ പറയുന്നത് പോലെ ഈ സെക്കുലർ ഉമ്മൻചാണ്ടി സാർ വന്നിട്ടാണ് അങ്ങേര് വടകര പോയി മത്സരിച്ചത്. അന്ന് വടകര അങ്ങേര് മത്സരിച്ച് അല്ലെങ്കിൽ അവിടെ ജയിക്കില്ല, ഒരു ഹൈപ്പായി. പിന്നെയാണ് ഷാഫി അവിടെ കയറിപ്പോയത്. അപ്പോൾ ഇങ്ങേര് ആദ്യ കാലഘട്ടത്തിൽ ഒരു രാജകുമാരനായിട്ട് വന്ന് ശരിക്കും ഉമ്മൻചാണ്ടി സാറിൻ്റെ സമയത്ത് മുഖ്യമന്ത്രി ആവേണ്ട ഇങ്ങേരായിരുന്നു. പക്ഷെ അന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്ത് പോകേണ്ടി വന്നുകൊണ്ടാണ് അത് പോയത്. പിന്നെ ഒന്നും അല്ലാതായിപ്പോയി. പിന്നെ രാജകുമാരനായി വന്ന ഇങ്ങേരിപ്പോൾ ഏതാണ്ട് ഒരു എന്താണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് സാബഹ യോഹന്നാനെ പോലെയാണ്. എനിക്ക് ശേഷം വരുന്നവനെ വഴിയൊരുക്കുക എന്നുള്ള പരിപാടി വടകരയിൽ ഷാഫിക്ക് അങ്ങനെ വഴിയൊരുക്കിക്കൊണ്ട് നടക്കുന്ന ഒരു നിഷ്കാമകർമ്മിയായി അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം വട്ടിയൂർക്കാവിന് അനുസരിച്ച് ജയിക്കുന്നത് എനിക്കൊരു ഉറപ്പ് വരുന്നത്. RSSകാർ ഇങ്ങേക്ക് ജയിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ മറ്റേ കിട്ടു. BJPക്ക് അല്പം ഹോളുള്ളതുകൊണ്ടാണോ? അല്ല, ഹോൾഡുള്ള സ്ഥലമാണ് അവിടെ. RSSന് ഹോൾഡുള്ള സ്ഥലമാണ്. RSSന് ഹോൾഡുള്ള സ്ഥലമാണ്. അപ്പോൾ RSSകാർ തിരിച്ച് CPM കുത്തിയാൽ പോരെ. RSSനോട് തോൽപ്പിക്കാൻ ജയിപ്പിക്കാനുള്ള ശേഷിയുള്ള പാർട്ടി സംഘടനയാണ് RSS. പിന്നെന്തുകൊണ്ടാണ് ഇത്ര ധീരമായൊരു നിലപാട്? അങ്ങനെ വിശ്വാസം അവിടെ ജനങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു MLA തിരുവനന്തപുരത്ത് ആദ്യമായിരുന്നു. ജനങ്ങളുടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഏത് സമയത്ത് ആർക്കും കേൾച്ചില്ല. അന്ന് ഇങ്ങേരവിടെ MLA ആയിരുന്ന സമയത്ത് ഞാൻ MLA വർഷം താമസം. എനിക്ക് അങ്ങനെ വീടിൻ്റെ പിന്നെ ഹോമിന് ചുറ്റും ഒരു 10-20 ചെരുപ്പുകൾ എല്ലാ ദിവസവും കാണാൻ പറ്റും, പലതരത്തിലുള്ള ആൾ. അപ്പോൾ ആ ജനങ്ങളിലുള്ള അങ്ങനെയുള്ള വിശ്വാസമായിരിക്കും. അല്ലാതെ മുസ്ലിം വോട്ട് കുറച്ച് ഉണ്ട് അവിടെ, എങ്കിൽ പോലും അത് അത്ര നിർണായക ശക്തിയൊന്നുമല്ല. പിന്നെ ഉള്ളത് അവിടെ ഈ സഭയാണ് കുറച്ച് 4-5 സഭ. നമ്മുടെ മലങ്കര സഭ വളരെ ആക്റ്റീവാണ്. മലങ്കര സഭയുടെ വോട്ട് മുമ്പ് ഇദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടാണ്. പക്ഷെ പ്രശാന്ത് വന്നു. പ്രശാന്ത് മുരളിയിലേക്കാട്ട് വലിയ മുരളിയായി ബിഷപ്പിനെ പോക്കറ്റിലാക്കി വെച്ചിരിക്കുന്നതാണ് ഞാൻ കേട്ടത്. അപ്പോൾ അവിടെ മുരളിയുടെ വോട്ടാണ്. പിന്നെ ആ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ആര് സ്ഥാനാർത്ഥിയാവുന്നത് നിർണായകമാണ്. കൃഷ്ണകുമാർ ആണെങ്കിൽ ഈ മുരളീനെ പോലെ തന്നെ കുറച്ച് എല്ലാവരും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കൃഷ്ണകുമാർ ആവുമെന്ന് ഉറപ്പൊന്നുമില്ല. ഈ കൃഷ്ണകുമാറിന് എന്തിനാണ് ഇവർ വെറുതെ പറഞ്ഞ് ഇളക്കി വിട്ട് അവിടെ പ്രവർത്തിക്കാൻ പോകുന്നത്? ഇപ്പം അങ്ങനെ പേരെ നല്ലല്ലോ വരുന്നത്. രാജാവിൻ്റെ പേര് വരുന്നു, ശ്രീലേഖ പാടത്തിൻ്റെ പേര് വരുന്നു. അല്ല, ശ്രീലേഖ സ്വയം അങ്ങ് അല്ല, മാഡം മത്സരിക്കുന്നില്ല. അപ്പം രാജാവിൻ്റെ പേര് കിട്ടും. ആദിത്യവർമ്മ. അപ്പം അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് അത്ര ഈസി ആയിരിക്കില്ല. പക്ഷേ അങ്ങനെ മുരളീധരനെ വളരെ ഉറപ്പിച്ചൊരു തീരുമാനം എടുത്തുവെങ്കിൽ പിന്നെ മുരളി പണ്ടത്തെ മുരളി അല്ല. മുരളി അംബീഷ്യസ് ഒന്നല്ല. മുരളിക്ക് അങ്ങനെ വലിയ രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. പക്ഷെ തോൽവിയാണ് സംഭവിക്കുന്നത് എങ്കിൽ UDF അധികാരത്തിലും വരികയാണെന്നുണ്ടെങ്കിൽ മുരളീധരൻ്റെ കാര്യം പൽമജ പറഞ്ഞ പോലെ മുരളീധരൻ അവർ പിന്നെ വെട്ടാൻ വെച്ചിരിക്കുകയാണ്. മുരളി ചേട്ടനെ വെട്ടാൻ വെച്ചിരിക്കുകയാണ്. പാവത്തിനെ മനസ്സിലായില്ല. തൃശ്ശൂർ പൽമജ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സംഭവിച്ചു. അതുപോലെ തന്നെ സംഭവിച്ചു. അവസാനം അങ്ങനെ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകും. അതല്ലാതെ എന്ത് ചെയ്യും? അല്ലെ പിന്നെ BJP പോകണം. BJPയിൽ അങ്ങോട്ട് പോകുന്ന നിൽക്കുകയൊന്നുമില്ല. പിന്നെ BJPക്കാർ പോയ ആളുകൾക്കൊന്നും തന്നെ ആ രീതിയിലുള്ളൊരു ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ല. BJPയിൽ പത്മജയ്ക്കും കിട്ടിയിട്ടില്ല. ആ രാജസേന കണ്ടില്ല എങ്ങനെ നടന്ന മനുഷ്യനാണ്. അതെ അതെ. കൃഷ്ണകുമാർ പിന്നെ അത് തന്നെ കൺസിസ്റ്റൻ്റ് ആയി നിൽക്കുന്നതുകൊണ്ടാണ്.
അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അത്ര സേഫ് ആയിട്ടുള്ള ഗെയിം അല്ല ഇത്. പിന്നെ അദ്ദേഹം വിഷയത്തിൽ ജനങ്ങൾ കൂടെ നിൽക്കണം. ഈ ജനം എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടൈപ്പ്. അവനെ അപ്പം കണ്ടവൻ അപ്പാന്ന് വിളിക്കുന്ന ആളുകളാണ്. അപ്പോൾ എന്തായാലും ഈ ശക്തമായ ത്രികോണോത്സരമായിരിക്കും. മത്സരം സ്ട്രോങ് ആയിരിക്കും. മുമ്പാണ് മുരളീധരൻ ജയിക്കുമെന്നത് ഇപ്പം പറയാൻ പറ്റില്ല. അപ്പം RSS ഫാക്ടർ നന്നായാണ്. BJP ജയിക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ തിരിച്ച് CPM കുത്താൻ സകല സാധ്യതയുണ്ട് മുരളിയാകുമ്പോൾ. അല്ലെങ്കിൽ ആ വിഷയം തീർക്കണം. അത് തീർക്കാൻ പറ്റുന്നതല്ല. കുമ്മനത്തിനാണ് തോൽപ്പിച്ചത്. BJPക്കാരെ തോൽപ്പിച്ച RSSകാർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ RSSനെ തോൽപ്പിച്ച RSSകാർക്ക് അത് പ്രശ്നമാണ്. അവരുടെ കാര്യം എന്ന് വെച്ചാൽ എത്ര വോട്ട് ഇന്ന സ്ഥലത്ത് അവർ മാറ്റാൻ പറ്റാൻ അവർ മാറ്റിയിരിക്കും. വോട്ട് ചെയ്യാൻ പോകണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പോകില്ല. രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെയാണ് തോറ്റത്? രാജീവ് ചന്ദ്രശേഖരൻ തോറ്റത്. അങ്ങനെയാണത്. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് തോന്നുന്നു അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ തോറ്റതിൻ്റെ രഹസ്യമല്ലേ അത്. അപ്പോൾ ഈ മുരളിയെ സംബന്ധിച്ചിടത്തോളം ജയിച്ചു കഴിഞ്ഞാൽ UDF വന്നാൽ അങ്ങനെ വന്നതായിരിക്കും. തീർച്ചയായിട്ടും. പക്ഷെ തോറ്റു കഴിഞ്ഞാൽ പിന്നെ മുരളി കേരള രാഷ്ട്രീയത്തിൽ ഇന്നത്തെ രൂപത്തിലുണ്ടാവില്ല. മുരളി തന്നെ ഒന്നുകൂടെ ഒതുക്കും. പിന്നെ ഒതുക്കും. കോൺഗ്രസ് ഇതുപോലെ ഒരു തരത്തിലുള്ള മുതിർന്നവരോടുള്ള ബഹുമാനമോ കമ്മിറ്റ്മെൻറ്റോ ഒന്നും ഇല്ലാത്തൊരു പാർട്ടിയായി മാറിയിട്ടുണ്ട്. ഒരു കമ്മിറ്റ്മെൻറ്റും ആരോടും ഇല്ല. ആരും എങ്ങോട്ടും എപ്പോഴും പോകുന്നു. മുമ്പാന്നല്ല ഗ്രൂപ്പ് സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ അതുമില്ല. ഇന്ന് മുരളിയേട്ടൻ വന്ന് നടക്കുന്ന നാളെ ചെരുപ്പെടുത്തു പോയി. മുരളിയേട്ടൻ പറയുന്നൊരു കഥയുണ്ട്. അച്ഛൻ ഉണ്ടാക്കിയ സമയത്ത് DCC ഓഫീസിൽ നിന്ന് അച്ഛൻ്റെ ഫോട്ടോ എടുത്ത് ഐക്യജാലിലേക്ക് വലിച്ചു തന്നത് അച്ഛൻ വളർത്തി കൊണ്ടുവന്ന് MP ആക്കിയ ഒരാളാണ്. ആരാന്നറിയുള്ളൂ. തിരുവനന്തപുരത്തുകാരൻ എടുത്ത് മാറ്റി വെക്കാം. അതെന്തിനാ എടുത്തിട്ട് ചളിവെള്ളം അതാണ് ഒരു എത്തിക്സും ഇല്ലാത്തൊരു സാധനമായിട്ട്. അല്ല, അത് കോൺഗ്രസിനകത്തൊരു പുത്തരിയല്ല. അത് പുത്തരിയല്ല. എങ്കിൽ മുമ്പ് കുറച്ചെങ്കിലും ഒരു പന്തള സുധാകരനൊക്കെ ലീഡറിന് അന്ന് ഡിക്കിൽ പന്തള സുധാകരൻ ചേട്ടൻ പോയില്ല. ചേട്ടൻ പറഞ്ഞത് ലീഡർ ചോദിച്ചു നീ എന്നെ വിട്ടു പോവുകയാണോ? അപ്പോൾ സുധാകരൻ ചേട്ടൻ പറഞ്ഞു ഞങ്ങളല്ലല്ലോ വിട്ടു പോകുന്നത്, ലീഡറല്ലേ ഞങ്ങളെ വിട്ടു പോകുന്നത്. അതൊരു മാന്യതയുണ്ട്. അത് കോൺഗ്രസിന് മുമ്പുണ്ടായിരുന്നു. CPM ആയിരുന്നു. ഒരാൾ പുറത്തു പോയി കഴിഞ്ഞാൽ അയാളെ നശിപ്പിച്ച് കളയും. ഇപ്പോൾ CPM ആയിരുന്നു നശിപ്പിക്കാനും പോകാറില്ല. ഇവരാണ്. അപ്പം മുരളീനെ ഇനിയിപ്പോൾ മുസ്ലിങ്ങളെ രക്ഷിക്കേണ്ടി വരും. അല്ല, മുരളീധരന് തിരുവമ്പാടി മണ്ഡലവും തിരുവമ്പാടിയിലും നോട്ടം ഉണ്ടായിരുന്നു. സുരക്ഷിതമായ മണ്ഡലമാണല്ലോ. തിരുവമ്പാടി ജയിക്കായിരുന്നു. കോഴിക്കോട് ഒന്ന് വേണമെങ്കിൽ ലീഗ് തോറ്റതാണ്. അത് മാറ്റി എന്തെങ്കിലും ചെയ്യാമായിരുന്നു. കോഴിക്കോട് ഒന്ന് എന്നാലും മുരളി ജയിക്കേണ്ടതാണ്. മുസ്ലിംസിന് നിർണായകമായ സേയുള്ള സ്ഥലത്ത് മുരളി ജയിക്കും. ഇപ്പോഴത്തെ സാഹചര്യം അവരുടെ വോട്ട് പിന്നെ മറ്റൊന്നും പുറത്തു പോകത്തില്ല. ഇത് മുരളിനെ കൊലക്കൊടുക്കാൻ വേണ്ടി കൊണ്ടുവച്ചിരിക്കുകയാണ്. അല്ല, മുരളീധരൻ തന്നെ എടുത്ത തീരുമാനമാണെന്ന അത് ഓവർ കോൺഫിഡൻസ് ആയിരിക്കും. ലീഡർ തൃശ്ശൂർ മത്സരിക്കാൻ പോയത് എൻ്റെ രാഷ്ട്രീയ തട്ടിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി മുന്നിൽ പിന്നിൽ കുത്തി കളഞ്ഞു. അവിടെ അവർ തൃശ്ശൂരുകാർക്ക് എന്ത് ലീഡർ പൈസ കൊടുത്താലും അവിടെ വോട്ട് ചെയ്യും. അല്ല, പിറ്റേ ദിവസം റിസൾട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം മനോരമയിലൊരു പടം ഉണ്ടായിരുന്നു. ആ പടം എടുത്ത് വെച്ചിട്ട് അവിടുത്തെ തൃശ്ശൂരുകാർ പറയും അയ്യോ ലീഡർക്ക് ഇത്രയും വിഷമം ഉണ്ടായിരുന്നു, അറിഞ്ഞിരുന്നുവെങ്കിൽ വോട്ട് ചെയ്തല്ലേ. അല്ല അതല്ല, തൃശ്ശൂരിൻ്റെ കാര്യം ജയശങ്കർ തോന്നുന്നൊരു കാര്യമുണ്ട്. പൈസ അവിടെ വലിയ ഫാക്ടറാണ്. അപ്പോൾ ലീഡർ ഇമേജ് വന്നില്ല. ലീഡർ പൈസ കൊടുത്തില്ല. CPI സ്ഥാനാർത്ഥി പൈസ കൊടുത്തില്ല. പക്ഷേ CPI സ്ഥാനാർത്ഥി പാവപ്പെട്ടവനായിരുന്നു. അപ്പോൾ അങ്ങനെ പാവപ്പെട്ടവന് വോട്ട് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ സുരേഷ് ഗോപി ജയിച്ചതെന്ന് വെച്ചാൽ തൃശ്ശൂർക്കാരുടെ ഒരു ഹോപ്സ് ആൻഡ് ആസ്പിറേഷൻ ബിസിനസ് ക്ലാസ്സാണ്. അപ്പോൾ സുരേഷ് ഗോപിനെ പോലെ ആൾ നിന്ന് കഴിഞ്ഞാൽ ജയിച്ചാൽ അവർക്ക് ഗുണം ഉണ്ടാവുമെന്ന് അവർ വിചാരിച്ചു. അതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. തൃശ്ശൂർ വല്ലാത്ത സ്ഥലമാണ്. ഒന്ന് അതിശക്തമായ പ്രാദേശിക വികാരമുണ്ട്. ഈ പ്രാദേശിക വികാരം മറികടക്കണമെങ്കിൽ സുരേഷ് ഗോപിനെ പോലുള്ള ആൾ വേണം. അവർക്ക് ഈ പ്രാദേശിക നേതാവിനെ കണ്ട് വലിയൊരാൾ, അല്ലെങ്കിൽ തൃശ്ശൂർ ബുദ്ധിമുട്ടാണ്. പക്ഷെ അന്ന് ലീഡർക്ക് അത് മനസ്സിലായില്ല. അത് തന്നെയാണ് ഇപ്പം വട്ടിയൂർക്കാവിൽ മുരളിയും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മുരളീധരൻ വട്ടിയൂർക്കാവിൽ ഇറങ്ങിയാൽ കേരളത്തിലെ RSSകാർ മുഴുവൻ വട്ടിയൂർക്കാവിൽ വരുമായിരിക്കും. സാധ്യതയുണ്ട്. അങ്ങനെ അവർക്ക് ഭയങ്കര അടിയായിപ്പോയി. കുമ്മനത്തിന് കിട്ടിയ അടി. കുമ്മനെ അവരങ്ങനെ കാണുന്ന ഒരാളാണ്. അവർ അതായത് ദൃശ്യതുല്യനായ കുമ്മനെന്നൊക്കെയാണ് അവർ പറയും. അതാണ്. പക്ഷെ BJP അല്ല, RSSകാർക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ തോൽപ്പിക്കണമെന്ന് വിചാരിച്ചാൽ അവർക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് അവർക്ക് തോൽപ്പിക്കാൻ പറ്റും. അല്ല, റഷ്യതുല്യനാണല്ലോ അത്. ആണ്. അവർ പ്രത്യേകിച്ച് പറയുന്നതാണ്. അത് പറഞ്ഞാൽ അവർ തുടങ്ങുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.